ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താ പറയുക, കുറച്ചധികം പർദ്ദൻ്റെ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള പർദ്ദകൾ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പുതിയതായിട്ടുള്ള പർദ്ദകൾ ഇതിലുണ്ടാവില്ല. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്ന കുറച്ച് നല്ല സന്തോഷത്തോടു കൂടിയാണ്. കുറച്ച് ദിവസമായിട്ട് നല്ല ടെൻഷനായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഉപ്പാൻ്റെ മരണം, പിന്നെ എൻ്റെ ഉപ്പാക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലായിരുന്നു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ കൂടെ കുറേ ടെൻഷനായിരുന്നു. ഇപ്പോൾ ഇന്ന് നല്ല സന്തോഷത്തിലാണ്. നിങ്ങളെല്ലാവരും ദുആ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ദുആ ചെയ്തെന്ന് തന്നെ വിചാരിക്കുന്നു. എന്നെ അറിയുന്നൊരു 4 പേരെങ്കിലും കണ്ട് ദുആ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ, ഉപ്പാക്ക് നല്ല വ്യത്യാസമുണ്ട്. ഉപ്പാനെ ഐസിയുന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. ഉപ്പ കണ്ണൊക്കെ തുറന്നിട്ടുണ്ട്. ഉപ്പ നല്ലോണം ചിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുന്നത്തിന് ഉപ്പാക്ക് ഈ ബാലൻസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക, എണീച്ച് നടക്കുന്നൊരു മനുഷ്യനല്ല സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഓൾറെഡി ഉപ്പ കിടപ്പിൽ തന്നെയാണ്. കിടപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേയൊന്നുമല്ല, പെട്ടെന്നൊരു അസുഖം വന്ന് കിടപ്പിലായതാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാക്ക് ഉപ്പാൻ്റേതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒക്കെ ഇത് ഉമ്മ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താ പറയുക, ഒരു ടോയ്ലറ്റിൽ പോകാനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്യാനായിക്കോട്ടെ, ഒക്കെ ഇതും എല്ലാ കാര്യങ്ങളും ഒരു കുട്ടീനെ എങ്ങനെയാണോ നോക്കണത് അതേപോലെ തന്നെ കൊണ്ട് നടക്കണം കേട്ടോ ഉപ്പാനെയും. അപ്പോൾ അൽഹംദുലില്ലാ, ഉപ്പ കണ്ണൊക്കെ തുറന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഒന്നും എന്താ പറയുക, കാണേണ്ടവരൊക്കെ ഒന്ന് വിളിച്ച് കാണിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ആണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല, ആൾ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് തന്നെ തോന്നി. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ എന്താ പറയുക, ഓർഡർ തന്നിട്ടുള്ളവരടുത്താട്ടോ. എന്തായാലും എനിക്കറിയാൻ പറ്റും, ഓർഡർ തന്നിട്ടുള്ളവർക്ക് കുഞ്ഞു ഡിലേ ആയിട്ടുണ്ടാവും. മാക്സിമം പർദ്ദയൊക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും തന്നെ ട്രാക്ക് സെൻഡ് ചെയ്യാൻ കുറച്ചൊന്ന് ഡിലേ ആയിരുന്നേ ഉള്ളൂ. എല്ലായിടത്തും എന്താ പറയുക, 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ട്രാക്കൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഓൺലൈനിൽ കയറാൻ പറ്റണില്ല, ആ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ്. പിന്നെ എനിക്കും എന്താ പറയുക, ഉപ്പാക്ക് സുഖമില്ല എന്ന് പറയുമ്പോൾ എന്താ പറയുക, എനിക്ക് എന്ന് പറയാൻ ഒരു ബ്രദറായിട്ടുള്ളത്. ഓന് പുറത്താണ്, മസ്കറ്റിലാണ്. അപ്പോൾ ഞാനും ഓനും മാത്രമാണ്. അപ്പോൾ എന്തെങ്കിലും അസുഖം വരുമ്പോൾ വല്ലാത്ത ടെൻഷനാണ്. എന്താ പറയുക, നമുക്ക് കൂടെ നിൽക്കുന്നവർക്കാണല്ലോ ആ ടെൻഷൻ കൂടുതൽ മനസ്സിലാവുക. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷത്തോടെ ചെയ്ത വീഡിയോ ആണ്. പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്നെക്കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ സോറി ചോദിക്കണം, സോറി അല്ല മാപ്പ് ചോദിക്കണം. പർദ്ദയൊക്കെ ഓർഡർ ചെയ്തവരെ മെസ്സേജ്, അതുപോലെ തന്നെ ഫോൺ എടുക്കാൻ പറ്റായ്കയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരും ദുആക്ക്, എന്താ ഞാൻ പറഞ്ഞല്ലോ, ആരുടെ ദുആയാണ് അള്ളാഹ് സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. റീച്ച് കിട്ടാനോ മറ്റൊന്നിനും വേണ്ടിയല്ല കേട്ടോ. ചിലർ അങ്ങനെ തെറ്റിയിരിക്കുന്നവരുണ്ട്. റീച്ചിന് വേണ്ടി ഫാമിലി, അതുപോലെ തന്നെ എന്താ പറയുക, എൻ്റെ എല്ലാ കാര്യങ്ങളും യൂട്യൂബിലേക്ക് കൊണ്ടുവന്ന് കാണിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണ് കേട്ടോ. പക്ഷെ എനിക്കിങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എനിക്ക് കുറച്ച് പേരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ധൈര്യത്തിൽ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ ഒരു വീഡിയോ യൂട്യൂബിൽ കാണുമോ ഇല്ല, ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ആ ഒരു ആവശ്യം എന്താ പറയുക, നിങ്ങളുടെ ആരെങ്കിലും ദുആ കിട്ടണം എന്നുള്ളത് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളതാണ്. അൽഹംദുലില്ലാ, ദുആ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ പറയാൻ വേണ്ടി ചെയ്തതാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ.